What do you know about the physical features of the Eskimos? The Eskimos are short, S-H-O-R-T. Eskimos are short, and stout, S-T-O-U-T, stout with straight, black hair, straight black hair, H-A-I-R. Narrow black eyes and copper, C-O-P-P-E-R, copper yellow skin, yellow, Y-E-L-L, yellow skin. Okay, fifth question. How do the Eskimos protect themselves from the cold? How do the Eskimos made clothes made from the skins and furs from the skin, S-K-I-N-S, skins and fur. Fur means രോമം, F-U-R, fur means രോമം. Skin and fur furs of animals they eat E-A-T, they eat food such as they eat food such as seals and fish, S-E-A-L, seals and fish, F-I-S-H. They live in sod houses,
O-D, sod houses, H-O-U-S-E-S, sod houses, comma, igloos, igloos, igloos and houses made of wood or stone to keep them warm. To keep them warm. Last question. What changes have taken place in the lives of the Eskimos? മക്കളെ കുറച്ച് സ്പീഡാക്കണം, കാരണം നമുക്കിന്ന് ഒന്നാമത് ലേറ്റ് ആണ്. കറക്റ്റ് 9:15 തന്നെ ക്ലാസ് നിർത്തണം. അടുത്ത ക്ലാസ് തുടങ്ങണ്ടേ? നമുക്ക് പോയ സമയം കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് നമുക്ക് നോട്ട്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഇനി അടുത്ത എക്സാം അല്ലേ 27-ന്. അതിനു മുമ്പ് നമ്മൾ ചിലപ്പോൾ സോഷ്യലിന്റെ ക്ലാസ് ഉണ്ടാവണമെന്നില്ല. അത് കൂടാതെ ഒരു വേറെ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടില്ലേ, അതും കൂടെ ചെയ്യാനുണ്ട്. ആദിത്യൻ, എഡ്വിൻ, ലക്ഷ്മിപ്രിയ ചെയ്തുവെങ്കിൽ ഒന്ന് തമ്പ് തരുമോ? സായി ചെയ്തു. ഏഞ്ചൽ, ജോസി, അതുൽ, മുഹമ്മദ് കെ, ഷഹബാസ്, ഷിസ, ഹന്ന. ആരാ ഷിസ എഴുതിയിട്ടില്ല? മക്കളെ ഓക്കെ. ഷഹബാസ് കഴിഞ്ഞില്ലേ? ഷിസ ഓക്കെ. അതുൽ കഴിഞ്ഞോ? കുറേ ഉണ്ടോ അതുലേ? ഓക്കെ. Then last question, 5th one. What changes have taken place recently in the lives of the Eskimos? Fifth one. At present, P-R-E-S-E-N-T, at present, the lives of the Eskimos, have changed. They now
They now work in large oil and road construction company. Large oil and road construction company. Road construction. CONSTRUCTION. Construction companies. Road construction companies. Full stop. They live in towns. They live in towns. TOWNS. They live in towns which have shops. Schools, libraries, hospitals, and clubs. CLUBS. And clubs. Okay. Shisa, where are you going? Sit there. Okay. Don't go here or there. Okay. Okay, കഴിഞ്ഞില്ലേ മക്കളെ? Listen. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ? മിസ് നിങ്ങളോട് ആൻസർ എഴുതാൻ പറ്റൊരു 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഒന്ന് വായിച്ചേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ആദിത്യൻ. Previous class I gave 4 questions for you. Which is the first question? You know that, Adityan? Yes, unmute. Unmute ചെയ്തേ മോനെ. Unmute ചെയ്യേ. Okay. What makes the climate of Greenland so harsh? അതല്ല, അത് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ്. അതല്ലാതെ മിസ് വേറെ തന്നെ 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ക്ലാസ്സിലാന്ന് തോന്നുന്നു, ഓർമ്മയില്ല എനിക്ക് കറക്റ്റ് ആയിട്ട്. ഏതായിരുന്നു? ഹന്ന? ഇല്ല.
ആരാ? ആ യെസ്, എഡ്വിൻ പറഞ്ഞോ. മിസ്സേ, 4th ലെസണിലെ ആണോ? ആ ഇപ്പൊ എടുക്കുന്ന ലെസണിലെ, ഇപ്പൊ എടുക്കുന്ന 5th ലെസണിലെ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു. അത് ക്ലൈമറ്റ് ഓഫ് ആർട്ടിക് റീജിയൻ അങ്ങനെ എന്തോ. 5th ലെസണിൽ ഇല്ല. ഓക്കെ, ഏതോ ഒരു ലെസണിൽ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടല്ലോ. ആ യെസ്, ഹന്ന പറഞ്ഞത് വാട്ട് ഈസ് പോളാർ റീജിയൻ. പോളാർ റീജിയൻ എന്താന്ന് ദാ ഫ്രണ്ടിൽ കണ്ടോ നിങ്ങള്? ദ നോർത്തേൺ ആൻഡ് സതേൺ മോസ്റ്റ് റീജിയൻസ് ഓഫ് ദ എർത്ത് ആർ പോളാർ റീജിയൻ. കണ്ടോ? 5ാമത്തെ ലെസണിന്റെ ആദ്യത്തെ സെന്റൻസ് തന്നെ അതാണ് ആൻസർ. Can you see that? The northernmost and southernmost regions of the earth are called polar regions. That is the answer. Yes, second question. Yes, Lakshmi Priya പറഞ്ഞ മോളെ. What is Arctic region? What is the region around the North Pole is called the Arctic region. The region around the North Pole is called the Arctic region. Next question ഏതായിരുന്നു? വാട്ട് ഈസ് ഐസ്ബർഗ്സ് അല്ലേ? വാട്ട് ഈസ് ഐസ്ബർഗ്സ്? അതിൽ ലാൻഡ് സർഫേസ് എന്നുള്ള ആ ഒരു പാരഗ്രാഫ് കണ്ടോ? ലാൻഡ് സർഫേസ് അവിടെ കണ്ടോ നിങ്ങള്? ഹ്യൂജ് ബ്ലോക്സ് ഓഫ് ഐസ് ബ്രേക്ക് ഓഫ് ആൻഡ് ഫാൾ ഇൻ ടു ദ സീ. ദീസ് ആർ കോൾഡ് ഐസ്ബർഗ്സ്. ദിസ് വൺ ഇവിടെ. യെസ്, ലക്ഷ്മി പറഞ്ഞോ മോളെ. Describe the climate of ഗ്രീൻലാൻഡ് അല്ലേ? Arctic region. ആർട്ടിക് റീജിയൻ. നോക്ക്, സ്നോ ഫോൾസ് കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട്. അത് ക്ലൈമറ്റിന്റെ 2ാമത്തെ പാരഗ്രാഫ്. ക്ലൈമറ്റ് എന്ന ഹെഡിങ്ങിന്റെ 2ാമത്തെ പാരഗ്രാഫില് സ്നോ ഫോൾസ് കണ്ടിന്യൂസ്ലി മുതല് snow falls continuously throughout the long gloomy winter. Chilly winds blow at a speed of over 160 km per hour. The subsoil is permanently frozen. That is the answer for that question. Okay, got it? Yes. Then Muhammad K, what is your doubt? Muhammad, unmute and ask me. ഞാനൊരു ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതിയിട്ടാ. ഏത് ക്വസ്റ്റ്യന്റെ? മിസ് ഇപ്പൊ ക്വസ്റ്റ്യൻ ആൻസറിന്റെ. ഏത് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണോ? മിസ് എന്നല്ല, മറ്റേ ടെസ്റ്റിലില്ല തന്നെ. അത് പിന്നെ ഗ്രൂപ്പിൽ കുട്ടികൾ സെൻഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം ലിങ്ക് അയക്കുമ്പോൾ ലിങ്ക് നോക്കി ചെയ്യാം. അതല്ല മിസ്, സ്റ്റോൺ വരെ ആ 5ാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റോൺ വരെ എഴുതിനി. അത് ബാക്കി ക്വസ്റ്റ്യൻ നമ്മുടെ ഇതിടുവല്ലോ. ഏത് ലിങ്ക് ഇടുമ്പോൾ അതിൽ നോക്കി ചെയ്യും മോനെ, ബാക്കി കംപ്ലീറ്റ് ചെയ്യും. എഡ്വിനെ, ക്ലാസ് കഴിഞ്ഞ ഉടനെ ഗ്രൂപ്പിൽ ഒന്ന് നോട്ട്സ് സെൻഡ് ചെയ്യണം കേട്ടോ. എഡ്വിൻ മാത്രല്ല, ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ ആവുമ്പോഴേക്കും എല്ലാവരും നോട്ട് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം. കാരണം എക്സാം ആണ്, എനിക്ക് അറിയണം ആരൊക്കെയാണ് നോട്ട് ചെയ്തത് എന്ന് അറിയണം. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ. ഓക്കെ, എല്ലാവരും നോട്ട് സെൻഡ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എനി ഡൗട്ട്? എനിബഡി? നോ. ഓക്കെ, എന്താ ഏഞ്ചലെ? മിസ് ഇപ്പൊ ടെക്സ്റ്റിൽ ചെയ്യാൻ തന്ന ക്വസ്റ്റ്യൻ ഇല്ലേ, അത് പരീക്ഷയ്ക്ക് വരുമോ? വരും. പരീക്ഷയ്ക്ക് ഫസ്റ്റ് ലെസൺ മുതലേ 5th ലെസൺ വരെ ഉണ്ട് കേട്ടോ. 1 മുതൽ 5 വരെ.
എല്ലാം പഠിക്കുക. ക്വസ്റ്റ്യൻ ആൻസറും അല്ല, വൺ വേർഡ്സ് മാത്രമല്ല, ക്വസ്റ്റ്യൻ ആൻസർ അടക്കം പഠിക്കണം. ഓക്കെ, ഇപ്പൊ സംശയമൊന്നുമില്ലല്ലോ. ഇനി ടെക്സ്റ്റ് വായിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ മിസ്സിനെ വിളിക്കാട്ടോ. If you have any doubt about social studies, you can call me. Okay. Edwin. കഴിഞ്ഞ പരീക്ഷ പോലെ തന്നെ ആയിരിക്കും ഈ പരീക്ഷയും? അത് പറയാട്ടോ, ഗ്രൂപ്പിലിടും മെസ്സേജ്. അപ്പോ ഞാൻ ഒന്നുകൂടെ പറയണേ, ടെക്സ്റ്റ് നന്നായി വായിക്കുക, നോട്ട്സും നന്നായി വായിക്കുക. എക്സാമിന്റെ ടൈം ടേബിള് 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് തരും. ലെസൺ ഏതാന്ന് പറയും, എങ്ങനെയുള്ള എക്സാം ആണെന്നൊക്കെ പറയും. അതിനെ കുറിച്ചൊന്നും നിങ്ങൾ വറീഡ് ആവണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? യു ക്യാൻ സ്റ്റഡി വെൽ. ഓക്കെ, all of you study well without fail. Don't go to play now. ഇനി എക്സാം കഴിയുന്നത് വരെ എങ്ങോട്ട് പോകാൻ പാടില്ല? കളിക്കാൻ പോകാൻ പാടില്ല. മാക്സിമം ടൈം യൂസ് ചെയ്യാം കേട്ടോ. ഇനി അഥവാ സോഷ്യൽ പഠിക്കുമ്പോൾ മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് അതങ്ങനെയല്ല അതിങ്ങനെയാണ് എങ്ങനെയാണെന്ന് വ്യക്തമാകുന്നില്ലെങ്കിൽ മക്കൾ എന്നെ വിളിക്കാട്ടോ. യു ക്യാൻ കോൾ മീ. I will clear your doubt. Okay? Okay, tata, bye bye, see you in the next class. Okay.